ഇത്രയും നേരിട മാതാവേ എൻ്റെ സംഗീതത്തിൽ സഹായം നേടി എൻ്റെ മാതാവ് അപേക്ഷിച്ച് ഒരുവനെങ്കിലും ഉപേക്ഷിച്ചായി കേൾക്കാൻ വേണ്ടിയിട്ടുള്ളത് ഓർക്കണമേ. മാതാവേ വിശ്വാസം അവതരിച്ച വചനത്തിൽ മാതാവേ വിശ്വാസിയുടെ ആത്മാക്കൾക്ക് തമ്മിൽ അനുവാദം മോക്ഷത്തെ ചെയ്താൽ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശ്വാസിയുടെ ആത്മാക്കൾക്ക് തമ്മിലാന്റെ മനോണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരാൻ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രവർത്തനപ്പെടുത്തി അന്വേഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവേ സംസർഗവും നിങ്ങളോടുകൂടെ നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ. നേരായൊരു മാനസവും തീർത്തരുൾകെന്നിൽ ദേവാ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ. നേരായൊരു മാനസവും തീർത്തരുൾകെന്നിൽ ദേവാ. സർവേശ്വരൻ നമ്മിൽ കാരുണ്യം തൂകി ഭാവങ്ങൾക്കെല്ലാം മാപ്പേകി നിത്യമാം ജീവൻ പ്രാപിപ്പാൻ സന്തതം നമ്മെ നയിക്കുമാറാകണം. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ഉന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിക്കുന്നു.
ചങ്ങലിൽ വാഴ്ത്തുന്നു ദിവ്യമായി മനം പാടുന്നു അങ്ങേ മഹിമയ്ക്കിതാ നന്ദി ചൊല്ലും ദൈവത്താഴ്മയാ ദൈവമേ കർത്താവേ വാഴ്ത്തുന്നു സ്വലോകം ദൈവമേ കർത്താവേ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ പാലരാം ദൈവത്തിൻ സ്വരൂപേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു ലോകത്തിൻ പാപനിയന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ ലോകത്തിൻ പാപനിയന്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർവ്വനം ഭാഗത്തിലും നീടും ഞങ്ങളുടെ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുയേശുവേ അങ്ങു മാത്രം പരിപാലനം അങ്ങു ദാനേകനാദരം അങ്ങു മാത്രം പരമോന്നതം ത്രിത്വൈക ദൈവം അതിത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അങ്ങിൽ നിന്ന് വരുന്ന ദാനത്താലാണ് അങ്ങേ വിശ്വാസികൾ അങ്ങേക്ക് യോഗ്യവും സുസ്ഥിരവുമായ ശുശ്രൂഷ അർപ്പിക്കുന്നത്. അങ്ങനെ ഒരു പ്രതിബന്ധവും കൂടാതെ അങ്ങേ വാഗ്ദാനങ്ങളിലേക്ക് ഞങ്ങൾ മുന്നേറുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങളും നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും ഞാൻ ഇന്ന് നൽകുന്ന ദൈവമായ കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിതകാലം മുഴുവൻ അവിടുത്തെ ഭയപ്പെടുന്നതിനും നിങ്ങൾക്ക് ദീർഘായുസ്സ് ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് ഇവ. ആകയാൽ ഇസ്രായേലെ കേൾക്കുക, നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തതുപോലെ തേനും പാലും ഒഴുകുന്ന നാട്ടിൽ നിങ്ങൾ ധാരാളമായി വർദ്ധിക്കാനും വേണ്ടി ഇവ അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കവേ. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവെ
നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഭക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ പരിചയം രക്ഷാശിലയും അഭയകേന്ദ്രവും സുജർജനുമായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. അവിടുന്ന് എന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവ് ജീവിക്കുന്നു. എൻ്റെ രക്ഷാശില വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ രക്ഷയുടെ ദൈവം സ്തുതിക്കപ്പെടട്ടെ. തൻ്റെ രാജാവിന് അവിടുന്ന് വൻ വിജയം നൽകുന്നു. തൻ്റെ അഭിഷിക്തനോട് എന്നേക്കും കാരുണ്യം കാണിക്കുന്നു. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഹെബ്രായർ എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, മുൻകാലങ്ങളിൽ അനേകം പുരോഹിതന്മാരുണ്ടായിരുന്നു. എന്നാൽ ശുശ്രൂഷയിൽ തുടരാൻ മരണം അവരെ അനുവദിച്ചില്ല. യേശു ആകട്ടെ എന്നേക്കും നിലനിൽക്കുന്നതുകൊണ്ട് അവന്റെ പൗരോഹിത്യം കൈമാറപ്പെടുന്നില്ല. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും സ്വർഗത്തിനുമേൽ ഉയർത്തപ്പെട്ടവനുമായ ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ടായിരിക്കുക ഉചിതമായിരുന്നു. അന്നത്തെ പ്രധാന പുരോഹിതന്മാരെ പോലെ ആദ്യമേ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും അനന്തരം ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടിയും അനുദിനം അവൻ ബലിയർപ്പിക്കേണ്ടതില്ല. അവൻ തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കലും ബലിയർപ്പിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ നിയമപരഹിതരായ മനുഷ്യരെയാണ് പ്രധാന പുരോഹിതന്മാരായി നിയോഗിക്കുന്നത്. എന്നാൽ നിയമത്തിന് ശേഷം വന്ന ശപഥത്തിന്റെ വചനമാകട്ടെ എന്നേക്കും പരിപൂർണനാക്കപ്പെട്ട പുത്രനെ നിയോഗിക്കുന്നു. കർത്താവിന്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ.
ലൂക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് നിയമജ്ഞരിൽ ഒരുവൻ മുൻപോട്ട് വന്ന് ഈശോയോട് ചോദിച്ചു, എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ്? യേശു പ്രതിവചിച്ചു, ഇതാണ് ഒന്നാമത്തെ കൽപ്പന. ഇസ്രായേലേ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പന, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇവയേക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല. നിയമജ്ഞൻ പറഞ്ഞു, ഗുരു, അങ്ങ് പറഞ്ഞത് ശരി തന്നെ. അവിടുന്ന് ഏകനാണെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുന്നതും തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹന ബലികളെക്കാളും മഹനീയമാണെന്നും അങ്ങ് പറഞ്ഞത് സത്യമാണ്. അവൻ ബുദ്ധിപൂർവം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. പിന്നീട് യേശുവിനോട് ചോദ്യം ചോദിക്കുവാൻ ആരും ധൈര്യപ്പെട്ടില്ല. കർത്താവിന്റെ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന സെയിന്റ് അഗസ്റ്റിൻ കുടുംബ യൂണിറ്റ് ഭാരവാഹികളെ, അംഗങ്ങളെ, സ്നേഹമുള്ളവരെ, ചരിത്രത്തിലെ ഒരു സംഭവം അത് പുസ്തകങ്ങളിലൊക്കെ എഴുതി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഒരു ശത്രു രാജാവ് ഒരു കോട്ട കീഴടക്കിയിരിക്കുകയാണ്. യുദ്ധം ചെയ്ത് ഒരു ശത്രു രാജാവ് ഒരു കോട്ട കീഴടക്കിയിരിക്കുകയാണ്. അങ്ങനെ ശത്രു രാജാവിൻ്റെ സൈന്യം കോട്ടയ്ക്ക് വെളിയിൽ ഇങ്ങനെ തമ്പടിച്ച് ഈ കോട്ടയ്ക്കകത്തേക്ക് പ്രവേശിക്കുവാൻ തയ്യാറായിരിക്കുകയാണ്. അതിനു മുൻപ് ഈ ശത്രു രാജാവ് ഒരു വിളംബരം ഈ കോട്ടയ്ക്കകത്തെ അന്തേവാസികളെ അറിയിക്കുകയാണ്. ഈ കോട്ടയ്ക്ക് അകത്ത് നിന്ന് സ്ത്രീ ജനങ്ങൾക്ക് മാത്രം പുറത്തേക്ക് രക്ഷപ്പെടാം. സ്ത്രീ ജനങ്ങൾക്ക് മാത്രമേ പുറത്തേക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ബാക്കി എല്ലാവരും നിഷ്കരണം വധിക്കപ്പെടും. അങ്ങനെ ഈ സ്ത്രീകൾ പുറത്തേക്ക് രക്ഷപ്പെടുമ്പോൾ അവർക്ക് ഏറ്റവും വിലപിടിപ്പുള്ളത് അത് എത്രയേറെ അവർക്ക് ചുമന്നു കൊണ്ടുപോകാൻ സാധിക്കുമോ അതൊറ്റ തവണ ചുമന്നുകൊണ്ട് വേണ്ടി മാത്രം ഇവർ പുറത്തേക്ക് പോകണം. വീണ്ടും വന്ന് ചുമന്നു കൊണ്ടുപോകുവാൻ പാടില്ല. ഒറ്റ തവണ പുറത്തേക്ക് രക്ഷപ്പെടുമ്പോൾ അവർക്ക് ഏറ്റവും വിലപിടിപ്പുള്ളത് അത് എന്താണെങ്കിലും ആ കൊട്ടാരത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാം. അങ്ങനെ ആ കാഴ്ച കാണുവാൻ ഈ ശത്രു രാജാവ് പുറത്ത് തൻ്റെ സൈന്യത്തോടൊപ്പം നിൽക്കുകയാണ്. രാജാവ് ചിന്തിക്കുകയാണ്, ഇപ്പോൾ തന്നെ ഈ സ്ത്രീ ജനങ്ങളൊക്കെ ഈ കൊട്ടാരത്തിലുള്ള വിലപിടിപ്പുള്ള രത്നങ്ങളും കല്ലുകളും സ്വർണങ്ങളുമെല്ലാം ചുമലിൽ ഒരു ചാക്കിൽ ഏന്തിക്കൊണ്ട് ഏന്തി വലിഞ്ഞു പോകുന്ന കാഴ്ച കാണുവാൻ രാജാവ് ഇങ്ങനെ കുതിരപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ രാജാവ് പ്രതീക്ഷിച്ചതിനും വിപരീതമായിട്ടാണ് സംഭവിക്കുന്നത്. ഓരോ പ്രായമുള്ള സ്ത്രീ മുതൽ അങ്ങ് കുഞ്ഞു കുട്ടികൾ വരെ പുറത്തേക്ക് അവരുടെ ചുമലിൽ ചുമന്നുകൊണ്ട് വന്നത് അവരുടെ അപ്പനെയോ അമ്മയെയോ മക്കളെയോ അങ്ങനെ ഓരോ മനുഷ്യരെയുമാണ് അവർ ചുമലിൽ ചുമന്നുകൊണ്ട് നിരനിരയായി ഒരു പ്രദക്ഷിണം കണക്കെ പുറത്തേക്ക് കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ,
ചരിത്രത്തിലെ സ്ത്രീ ജനങ്ങൾ ഈ ശത്രു രാജാവിന് പറഞ്ഞുകൊടുത്ത ഒരു മറുപടിയുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാണ് എന്നുള്ള ആ ഒരു മറുപടിയാണ് ആ ചക്രവർത്തിക്ക് ഈ കോട്ടയിലെ സ്ത്രീ ജനങ്ങൾ നൽകുന്നത്. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈശോയോട് ഒരു നിയമനം ചോദിക്കുകയാണ്. ഏറ്റവും വിലപിടിപ്പുള്ള കൽപ്പന ഏതാണ്? നിയമനം എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ തിരിച്ചറിയുക, യഹൂദരുടെ നിയമങ്ങൾ കാച്ചി കുറുക്കി പഠിച്ചിരിക്കുന്നവരാണ് നിയമജ്ഞർ. എല്ലാ നിയമങ്ങളും 613 നിയമങ്ങൾ താൽമൂദ് എന്ന് വിളിക്കപ്പെടുന്ന മതഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈ 613 നിയമങ്ങളും വള്ളി പുള്ളി തെറ്റാതെ അറിയുന്നവരും വിശദീകരിക്കുവാൻ കെൽപ്പുള്ളവരുമാണ് ഒരു നിയമജ്ഞൻ. അങ്ങനെയുള്ള നിയമജ്ഞനാണ് ഈശോയെ പരീക്ഷിക്കുവാനായി ചോദിക്കുന്നത്. ഏറ്റവും പ്രധാനമായ കൽപ്പന ഏതാണ്? ഈശോ പറയുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ നീ സ്നേഹിക്കുക. എങ്കിൽ രണ്ടാമത്തെ കൽപ്പന ഏത്? ഈശോ മറുപടി പറയുന്നുണ്ട്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. പ്രിയമുള്ളവരെ, ഈശോ ഈ രണ്ട് മറുപടികളും വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവന് ഒരിക്കലും മറ്റുള്ളവരെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുവാൻ സാധിക്കുകയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവന് മനുഷ്യരെയും സ്നേഹിക്കുവാൻ സാധിക്കുമെന്നുള്ള വലിയ തെളിവാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം നമുക്ക് പറഞ്ഞു തരുന്നു, നമ്മുടെ സ്നേഹത്തിൽ എപ്പോഴും മുൻഗണന ഉണ്ടായിരിക്കുക. ആർക്കാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സ്നേഹത്തിൽ മുൻഗണന നൽകേണ്ടത്? പ്രിയമുള്ളവരെ, അത് മറ്റാർക്കുമല്ല, അത് ഈശോയ്ക്ക് മാത്രമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്ഥാനം നൽകേണ്ടത്, ഞാൻ എൻ്റെ ജീവിതം കൊണ്ട്, മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് പ്രീതിപ്പെടുത്തേണ്ടത് എൻ്റെ ദൈവമായ കർത്താവിനെയാണ്. ആത്യന്തികമായി ഞാൻ പ്രസാദിപ്പിക്കേണ്ടത് എൻ്റെ ദൈവത്തിനെയാണ്. എൻ്റെ ദൈവത്തിനെ അല്ലാതെ മറ്റെന്തെങ്കിലിനെയോ വ്യക്തിയെയോ വസ്തുക്കളെയോ സ്നേഹിക്കുന്നവർക്ക് കർത്താവിന്റെ പാതയിൽ ആയിരിക്കുവാൻ സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഈശോ ഒരു ഫരിസേയ പ്രമാണിയുടെ ഭവനത്തിൽ വിരുന്നിന് വന്നിരിക്കുകയാണ്. ഇവരൊക്കെ ഈശോയെ വിരുന്നിന് വിളിക്കുമ്പോഴും ഈശോയിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് പലപ്പോഴും ഈശോയെ വിരുന്നിന് ക്ഷണിക്കുന്നത്. എന്നിട്ട് ഈശോ വിരുന്നിന് ആ ഭവനത്തിൽ ഇരിക്കുമ്പോൾ ഒത്തിരിയേറെ പുരുഷാരം തിങ്ങിക്കൂടി നിൽക്കുന്നുണ്ട്. അവരുടെ മധ്യേ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി കടന്നു വന്നിട്ട് ഈശോയുടെ പാദങ്ങൾ അവൾ കണ്ണുനീര് കൊണ്ട് കഴുകി, അവളുടെ തലമുടി കൊണ്ട് തുടച്ച് അവൾ കൊണ്ടുവന്ന ഒരു വെൺകൽ ഭരണിയിലെ സുഗന്ധ തൈലം ഈശോയുടെ പാദങ്ങളിൽ അവൾ പൂശുകയാണ്. ഇത് കാണുമ്പോൾ യൂദാസ് എന്ന ആ ഒരു ശിഷ്യൻ, കൂട്ടത്തിലെ ഒരുവൻ ഇപ്രകാരം ചിന്തിക്കുന്നുണ്ട്, ഇത് പാപങ്ങൾക്ക് നൽകിയിരുന്നു എങ്കിൽ എന്തിന് ഇവന്റെ കാൽക്കൽ ഈ വെൺകൽ ഭരണി നിറയുള്ള സുഗന്ധ തൈലം വെറുതെ പാഴാക്കുന്നു എന്ന്. പിന്നീട് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്, യൂദാസ് ഇപ്രകാരം സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും അവന് പാപങ്ങളോട് യഥാർത്ഥത്തിലുള്ള സ്നേഹമുണ്ടായിരുന്നിട്ടല്ല, മറിച്ച് സമ്പത്തിനോടുള്ള അമിതമായ അത്യാഗ്രഹമാണ്
ഈശോയ്ക്ക് പോലും ചിലതൊക്കെ നൽകുമെന്നതിൽ അവന് പ്രയാസം തോന്നുവാൻ കാരണമായി തീരുന്നത്. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് ചുരുക്കം ചില മനുഷ്യരൊക്കെയുണ്ട് ദേവാലയത്തിന് നൽകുമ്പോൾ അതിന് ഉള്ളിൽ കണക്ക് ചേർക്കുന്നവർ. ഞാൻ ദേവാലയത്തിന്, പുണ്യാളന്, ദൈവത്തിന് നൽകുന്നതിനേക്കാൾ നല്ലത് ഇതുകൂടി ചേർത്ത് വെച്ചാൽ എൻ്റെ സമ്പത്ത്, എൻ്റെ ആസ്തി, എൻ്റെ ബലം വർദ്ധിക്കുമെന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കുക. അവർ തമ്പുരാനേക്കാൾ അപ്പുറത്തായി ഇന്നത്തെ സുവിശേഷത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് പോലെ വസ്തുക്കൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സ്വന്തം അഭിലാഷങ്ങൾക്കോ കൂടുതൽ പ്രസക്തി അറിഞ്ഞും അറിയാതെയും നൽകുന്നത് കൊണ്ടാണ് പലപ്പോഴും തമ്പുരാന് നൽകുവാൻ നേരത്ത് ഉള്ളിൽ പ്രയാസം. തമ്പുരാന് നൽകുവാൻ നേരത്ത് കാൽക്കുലേറ്റർ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യും, ഇത് എനിക്ക് നഷ്ടമാണോ ലാഭമാണോ എന്ന്. പ്രിയമുള്ളവരെ, അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, എല്ലാറ്റിനും ഉപരിയായി നീ ഈശോയെ സ്നേഹിക്കുക. വിശുദ്ധ മദർ തെരേസയെ നമ്മൾ കാണുന്നുണ്ട്. ഓടയിലെ വിശുദ്ധ എന്ന ഈ ഒരു അപരനാമം ഈ വിശുദ്ധയ്ക്കുണ്ട്. കുഷ്ഠരോഗികളെയൊക്കെ ഈ വിശുദ്ധ ശുശ്രൂഷിക്കുന്നുണ്ട്. ഈ കുഷ്ഠരോഗികളുടെ അവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ വ്രണങ്ങളിൽ നിന്ന് പഴുപ്പും രക്തവും ഒലിച്ചിറങ്ങി ദുർഗന്ധം വമിക്കുന്ന, പുഴുക്കൾ വമിക്കുന്ന ഈ വ്രണങ്ങളിലൊക്കെ ഈ വിശുദ്ധ മദർ തെരേസ സ്വന്തം കരങ്ങൾ കൊണ്ട് വൃത്തിയാക്കി അവരെ ശുശ്രൂഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരിക്കൽ ഒരു യുവാവ് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എപ്രകാരം ഇങ്ങനെ ചെയ്യുവാൻ സാധിക്കുന്നു? സ്വന്തക്കാർ പോലും വെറുക്കുകയും ദുർഗന്ധം കൊണ്ട് മാറി നിൽക്കുകയും ചെയ്യുന്ന ഈ കുഷ്ഠരോഗികളെയൊക്കെ ഇത്ര സ്നേഹത്തോടെ ഹൃദയം കൊണ്ട് പരിചരിക്കുവാൻ അമ്മയ്ക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് ഈ യുവാവ് ചോദിക്കുമ്പോൾ വിശുദ്ധ മദർ തെരേസ മറുപടി നൽകുന്നുണ്ട്, ഞാൻ ഇവരിൽ കാണുന്നത് ഈശോയെയാണ്. ഞാനൊരു കുഷ്ഠരോഗിയെ പരിചരിക്കുമ്പോൾ അത് ഈശോയെയാണ് ഞാൻ പരിചരിക്കുന്നത് എന്ന് കണ്ടിട്ടാണ് ഞാൻ ഇവരെ പരിചരിക്കുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധ മദർ തെരേസയ്ക്ക് ആ ദുർഗന്ധം വമിക്കുന്ന ആ രോഗാവസ്ഥയിൽ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ സാധിച്ചതിന് കാരണം എല്ലാറ്റിനും അപ്പുറത്തായി ഈശോയെ സ്നേഹിച്ചതുകൊണ്ടാണ്. നമ്മുടെ എല്ലാം കുടുംബത്തിൽ, നമ്മുടെ എല്ലാം സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്നേഹത്തിന്റെ കുറവുള്ള പ്രവൃത്തി, വാക്ക്, ചിന്ത, എഴുത്തുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്നുവെങ്കിൽ തിരിച്ചറിയുക. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഈശോയ്ക്കുള്ള പ്രസക്തി കുറയുമ്പോഴാണ് പരസ്പരം വിഭജിച്ചുള്ള ചിന്തകളും വിഭജിച്ചുള്ള സംസാരങ്ങളും എഴുത്തുകളും പ്രവൃത്തികളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നത്. ആയതുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്നത് പോലെ എല്ലാത്തിനും ഉപരിയായി നിന്റെ ദൈവമായ കർത്താവിനെ നീ പ്രീതിപ്പെടുത്തുക, സന്തോഷിപ്പിക്കുക, പ്രസാദിപ്പിക്കുക. അതുവഴി നിനക്ക് മറ്റെല്ലാം ജീവിതത്തിൽ സാധ്യമാകും. പ്രിയമുള്ളവരെ, ഇന്ന് ജപമാല മാസാചരണത്തിന്റെ സമാപന ദിനമാണ്. പരിശുദ്ധ അമ്മയും നമുക്ക് കാണിച്ചു നൽകുന്ന മാതൃക എല്ലാറ്റിനും ഉപരിയായി ദൈവത്തിന്റെ ഇഷ്ടം പദ്ധതി എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ മാത്രം എന്നിൽ ഭവിക്കട്ടെ എന്ന് പരിശുദ്ധ അമ്മ ഏറ്റു ചൊല്ലുമ്പോൾ തിരിച്ചറിയുക, സ്വന്തം ഇഷ്ടങ്ങളെക്കാളും അഭിലാഷങ്ങളെക്കാളും അപ്പുറത്തായി ദൈവത്തിന്റെ പദ്ധതി, അതിനുവേണ്ടി ഏതറ്റം വരെയും വേഗുലതയും സഹനവും സ്വീകരിക്കുവാൻ പരിശുദ്ധ അമ്മ തയ്യാറാകുന്നുണ്ട്. ജപമാല മാസാചരണത്തിന്റെ ഈ സമാപന ദിനത്തിൽ വന്നു നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഈ മാതൃകയും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ നമ്മളെ പ്രാപ്തരാക്കണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഏകദൈവത്തിലുള്ള വിശ്വാസം ഒരുമിച്ച് ഏറ്റുചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവ് സർവശക്തനുമായ
പിതാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിനും ജനിച്ചവരുമായ യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെയും സൃഷ്ടിക്കപ്പെടാത്തവരും പിതാവായ സത്യദൈവമായ അവിടുന്ന് വഴി സകലം സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിൽ നൽകി പരിശുദ്ധാത്മാവിനെ കന്യാമറിയത്തിൽ ജീവിച്ച് മനുഷ്യരായി തീർന്ന് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിനെ വലുതാക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മനുഷ്യരെയും ഇരിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവ് ജീവനാണ്. പിതാവിനും പുത്രനും ബലപ്പെടുന്നവനും പിതാവിന്റെ ബന്ധത്തോടൊപ്പം ആരാധിക്കപ്പെടുന്ന സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരെ സംസാരിച്ചവരുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജാതസ്നാനം ഞാൻ ഏറ്റുപറയുകയും മനുഷ്യരിലേക്കും വരാതിരിക്കുന്നതിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ നിമിഷം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. 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 സർവശക്തനായ ദൈവമേ, ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനകളും യാചനകളും അങ്ങേക്ക് സ്വീകാര്യമായി തീരുമാറാകട്ടെ. എല്ലാത്തിനും സുപ്രധാനമായി കർത്താവായ യേശുവെ സ്നേഹിക്കുവാനും വിശ്വാസത്തോടുകൂടെ ജീവിക്കാനും തൽഫലമായി മറ്റുള്ളവരോട് ഹൃദയ കാരുണ്യത്തോടുകൂടെ ആയിരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന സെന്റ് അഗസ്റ്റിൻ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ അംഗങ്ങൾ ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് കനിവാർന്ന് ആശീർവദിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ഇന്നീ ബലിയിൽ അണിഞ്ഞിടുവാൻ
പ്രിയമുള്ളവരെ, നമ്മൾ ഒരുമിച്ച് അർപ്പിക്കുന്ന ഈ ദിവ്യബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവേ, ഈ ബലി അങ്ങേക്കുള്ള നിർമ്മലയാഗമാക്കി തീർക്കുകയും ഞങ്ങൾക്ക് അങ്ങേ കാരുണ്യത്തിൻ്റെ ദിവ്യപ്രവാഹമാക്കി നൽകുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് ലോകത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിക്കുകയും കാലങ്ങളുടെ വിവിധ മാറ്റങ്ങൾ ക്രമപ്പെടുത്തുകയും ചെയ്തു. അങ്ങേ ചായയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും സർവ്വത്ഭുത പ്രതിഭാസങ്ങളും അവന് അധീനമാക്കുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും
വിശുദ്ധരോടും ചേർന്ന് അങ്ങേ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളും അവിരാമം ആലപിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മണ്ണിൽ കണം പോലെ ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി വനങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. തിരുവിലാവിൽ തിരുച്ചോരത്തുള്ളിയ അപ്രകാരമതാഴം കഴിഞ്ഞ് ഫലപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയോ അനേകർക്ക് വേണ്ടിയോ പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതോ നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കരുകേണമേ
വിശ്വാസത്തിന്റെ മഹാരഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും ചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സമയം ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അധ്യക്ഷനായ ജോസഫ് പിതാവിനോടും വൈദിക ഗണത്തോടും അത് സമയങ്ങൾ സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടന സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരെ പുസ്തകന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഞങ്ങളുടെ സൂര്യമധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസുമത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന പ്രത്യാശയോടെ ആലപിക്കാം. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ഈ ദിനങ്ങളിൽ സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല അങ്ങേ സഭയുടെ വിശ്വാസം തിരിക്കൻ പാർത്ത്
അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നതും ജീവിക്കുകയോ വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളിയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ദൈവത്തിൻ കുഞ്ഞാടിതാ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടി ദിവ്യമാ ഈ വിരുന്നിൽ ക്ഷണിതാക്കളായവർ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മേവരെയും നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
അറിയിപ്പുകൾ. നമ്മുടെ ഇടവക പൗത്യത്തറ രാജിന്റെയും മിനി രാജിന്റെയും മകൻ റിച്ചുരാജനും ആലുവ സെന്റ് ആൻസ് ചർച്ച് തോട്ടക്കാട്ടുകര കളത്തിങ്കൽ ഏലിയാസിന്റെയും അന്നമ്മയുടെയും മകൾ സിസി ഏലിയാസും തമ്മിൽ വിവാഹം നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഈ വിവാഹത്തിന് കാനൂന്യമായി എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട വികാരിച്ചിനെ അറിയിക്കേണ്ടതാണ്. ഇത് ഒന്നാമത്തെ അറിയിപ്പാകും.
അറിയിപ്പുകൾ. ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങൾക്ക് ദൈവവചന വായനയിലൂടെയും കാഴ്ചവെപ്പ് സമർപ്പണത്തിലൂടെയും വിശ്വാസികളുടെയും പ്രാർത്ഥനയിലൂടെയും ഭക്തി നിർഭരമായി നേതൃത്വം വഹിച്ച യൂണിറ്റ് നമ്പർ 7 സെന്റ് അഗസ്റ്റിൻ യൂണിറ്റ് അംഗങ്ങൾക്ക് ഭാരവാഹികൾക്ക് നന്ദി അർപ്പിക്കുന്നു. ഇന്നലെ വൈകിട്ട് ഈ പള്ളിയും പരിസരവും വൃത്തിയാക്കിയത് നിഷ ആന്റണി, വിൻസി ആന്റോണിനോസ്, റീന ഫ്രാൻസിസ്, സോണി പോൾസൺ, ആനി ജെയിംസ്, ആനി ജോസഫ്, ഷീല സേവ്യർ, ഷീല ബിജു, മേരി ട്രിസ ജോസഫ്, സക്കറിയ എന്നിവരാണ്. ഇവർക്ക് എല്ലാവർക്കും ഹൃദ്യമായി നന്ദി അർപ്പിക്കുന്നു. അൽത്താരയിലെ പൂക്കൾ സ്പോൺസർ ചെയ്തതും ഒരുക്കിയതും പതിവ് പോലെ കൂടാരപ്പള്ളി ഷൈനും കുടുംബാംഗങ്ങളുമാണ്. അവർക്കും നന്ദി അർപ്പിക്കുന്നു. അടുത്ത ആഴ്ച 6:30 തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കേണ്ടത് യൂണിറ്റ് നമ്പർ 9 സെന്റ് ജോർജ് കുടുംബ യൂണിറ്റ് ഭാരവാഹികളും അംഗങ്ങളുമാണ്. കഴിഞ്ഞ ആഴ്ചയിലെ 6:30 ദിവ്യബലിക്ക് ലഭിച്ച സ്വസ്ത്ര കാഴ്ച 4100 രൂപ, കാഴ്ചവെച്ച തുക 1550 രൂപ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ 8:15 ദിവ്യബലി നമ്മുടെ ഈ ദേവാലയത്തിൽ ഉണ്ടായിരിക്കുകയില്ല. പകരമായി വൈകിട്ട് 5:30 ദിവ്യബലി അർപ്പിക്കുന്നത്. ഈ ദിവ്യബലിയുടെ സമാപന ആശീർവാദത്തിന് ശേഷം ഉടനെ തന്നെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ഒരു ദിവസത്തെ പൂർണ്ണ ദിവ്യകാരുണ്യ ആരാധന ദിനമായും അഖണ്ഡ ജപമാല യജ്ഞമായും നമ്മൾ ഇന്ന് ആചരിക്കുകയാണ്. ഓരോ യൂണിറ്റിനും നൽകപ്പെട്ടിരിക്കുന്ന സമയക്രമം നോട്ടീസ് ബോർഡിലും അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിലുമൊക്കെ നൽകിയിട്ടുണ്ട്. സമയക്രമമനുസരിച്ച് പ്രാർത്ഥനകൾ നയിക്കുവാൻ യൂണിറ്റ് ഭാരവാഹികളും യൂണിറ്റ് അംഗങ്ങളും എത്തിച്ചേരണമേ എന്ന് അറിയിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 5:30 ജപമാല മാസാചരണത്തിൻ്റെ സമാപന ദിവ്യബലിയാണ് അർപ്പിക്കപ്പെടുന്നത്. തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കേണ്ടത് നമ്മുടെ ഇടവകയിലെ എല്ലാ ഭക്ത സംഘടനകളുമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ദിവ്യബലിക്ക് ശേഷം ലഘുവായ ഒരു പ്രദക്ഷിണം പള്ളിയുടെ മുൻവശത്ത് കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. റോഡിലേക്ക് ഇറങ്ങിയുള്ള പ്രദക്ഷിണമാണ്, ലഘുവായിട്ടുള്ള പ്രദക്ഷിണമായിരിക്കും. ആയതുകൊണ്ട് സാധിക്കുന്ന എല്ലാവരും വൈകിട്ടുള്ള തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരണമെന്ന് അറിയിക്കുന്നു. നാളെ സകല വിശുദ്ധരുടെയും ദിനമാണ്. നവംബർ 1 സകല വിശുദ്ധരുടെയും ദിനമായി സഭ നമുക്ക് നൽകിയിരിക്കുകയാണ്. നാളെ രാവിലെ 6:30 സകല വിശുദ്ധരുടെയും തിരുനാളിൻ്റെ ദിവ്യബലി അർപ്പണം ഉണ്ടായിരിക്കുന്നതാണ്. നാളെ വൈകിട്ട് 5:30 പരേതർക്ക് വേണ്ടിയുള്ള ദിവ്യബലി ഈ ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്നതാണ്. തുടർന്ന് സെമിത്തേരിയിൽ കല്ലറകൾ ഒപ്പീസ് ചൊല്ലി പ്രാർത്ഥിക്കുന്നതാണ് എന്നുകൂടി അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, നവംബർ 2 പരേതരായ ആത്മാക്കളെയൊക്കെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്ന പ്രത്യേക ദിനവും നവംബർ മാസം പരേതാത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകമായി മാറ്റിവെച്ചിരിക്കുന്ന മാസവുമാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് മരണം വഴി വേർപെട്ട നമ്മുടെ ബന്ധുമിത്രാദികളെ വേണ്ടപ്പെട്ടവരെയെല്ലാം പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയം കൂടിയാണ് നവംബർ മാസം. എല്ലാ ഇടവകകളിലും നമ്മൾ കാണാറുണ്ട്. നവംബർ മാസത്തിൽ സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും വേണ്ടപ്പെട്ടവരുടെ കല്ലറയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുവാനുള്ള മനസ്സ് കാണിക്കണമേ എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ
നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ കല്ലറകൾ സാധിക്കുമെങ്കിൽ ഇന്ന് സമയം കിട്ടുമ്പോൾ വന്ന് അതെല്ലാം ഒന്ന് ക്രമീകരിക്കുക. നിങ്ങളുടെ പരിചിതരായ ബന്ധുമിത്രാദികളുടെ കല്ലറകൾ ക്രമീകരിക്കുമ്പോൾ വെള്ള നിറത്തിലുള്ള പെയിന്റ് അടിക്കുവാനായി ശ്രദ്ധിക്കുക. മറ്റ് നിറങ്ങളൊക്കെ നൽകാതിരിക്കുവാനും അതുപോലെ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുവാനും സഹകരിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ബ്ലാക്ക് നിറത്തിലുള്ള ബോർഡർ ലൈനും അതുപോലെ കുരിശുമാണ് അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. കല്ലറകൾക്ക് വെള്ള നിറത്തിലുള്ള പെയിന്റ് അടിച്ചുകൊണ്ട് ബ്ലാക്ക് നിറത്തിലുള്ള ബോർഡർ ലൈനും അതുപോലെ ക്രോസിന്റെ സിമ്പിളും നൽകാവുന്നത് ആണ്. അതിനെ കറുത്ത നിറത്തിലുള്ള ബോർഡറും അതുപോലെ വെളുത്ത നിറത്തിലുള്ള പ്രതലവുമാണ് കല്ലറകൾക്ക് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. കുരിക്കാട് ഇടവകയിലെ വൈദികരുമായി സംയുക്തമായിട്ടുള്ള തീരുമാനമാണ്. എല്ലാവരും സഹകരിക്കണമേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, കല്ലറകളിൽ ഒപ്പീസ് അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. കല്ലറകൾ ഇല്ലാത്ത പരിചിതരായ നമ്മുടെ ബന്ധുമിത്രാദികളുടെ ഫോട്ടോകൾ ഉണ്ടെങ്കിൽ അവ നവംബർ 1-ാം തീയതി നാളെ വൈകിട്ട് ഒപ്പീസ് ചെല്ലുന്ന സമയത്ത് നിങ്ങൾ സെമിത്തേരിയിൽ കൊണ്ടുവരികയാണെങ്കിൽ സെമിത്തേരിയിൽ ഒരുക്കിയിരിക്കുന്ന സ്ഥലങ്ങളിൽ വേണ്ടപ്പെട്ടവരുടെ പ്രത്യേകിച്ച് കല്ലറകൾ ഇല്ലാത്ത പരിചിതരായിട്ടുള്ള ആത്മാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ആയതുകൊണ്ട് കല്ലറകൾ ഇല്ലാത്തവർ അതിനെക്കുറിച്ച് വ്യഗ്രരാകേണ്ട. പരിചിതരായവരുടെ ഫോട്ടോകളുമായി വന്നെത്തിയാൽ നവംബർ 1-ാം തീയതി വൈകിട്ടുള്ള ദിവ്യബലിക്ക് ശേഷമുള്ള ഓഫീസ് പ്രാർത്ഥനയിൽ അവരുടെയും പേര് ചൊല്ലി ഫോട്ടോയ്ക്ക് മുന്നിൽ പ്രാർത്ഥനകൾ സമർപ്പിക്കുവാൻ സഹായിക്കുന്നതാണ്. നവംബർ മാസം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണിക്ക് സെമിത്തേരിയിൽ പരിചിതർക്ക് വേണ്ടിയുള്ള ദിവ്യബലി അർപ്പിക്കുന്നതും തുടർന്ന് കല്ലറകൾ പൊതുവായി ആശീർവദിക്കുന്നതുമായിരിക്കും. നവംബർ മാസം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണിക്ക് വെള്ളിയാഴ്ച ദിവസം രാവിലെ 6:30 ദിവ്യബലി പതിവ് പോലെ ദേവാലയത്തിലുണ്ടായിരിക്കും. വൈകിട്ട് 6 മണിക്കുള്ള ദിവ്യബലി സെമിത്തേരിയിലായിരിക്കും അർപ്പിക്കുന്നത്. അതിനുശേഷം പൊതുവായി കല്ലറകളും ആശീർവദിക്കുന്നതാണ്. സമാപന ആശീർവാദത്തിന് ശേഷം ദിവ്യകാരുണ്യ ആരാധനയും ജപമാല യജ്ഞവുമാണ് ആരംഭിക്കുന്നത്. സമാപന ആശീർവാദത്തിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ, അങ്ങേ ശക്തിയുടെ പ്രവർത്തനം ഞങ്ങളിൽ വർദ്ധമാനമാക്കുവാൻ കനിയണം. അങ്ങനെ സ്വർഗീയ ദൂതാശകളാൽ പരിപോഷിതരായി അവയുടെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കുവാൻ അങ്ങേ ദാനത്താൽ ഞങ്ങൾ സജ്ജരാകുമാറാകണേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടി. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുകയും ദിവ്യപൂജ സമാപിച്ചു.